Dharavi Creations. மிஸ்டர் மாரியப்பன், நீங்க பாக்கிறதுக்கு எவ்வளவு சாதுவா இருக்கீங்க. അപ്പം മച്ചാന്മാരെ, ധാരാവി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പം നമ്മളിത് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം മച്ചാന്മാരെ, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ മടിയായിരുന്നു. അതാണ് കാര്യം. കാരണം എന്താ പറയുക, വീഡിയോക്ക് റീച്ചും കൂടെ ഇല്ലാവുന്ന ഇപ്പോൾ ഇതും മൊത്തത്തിൽ ഒന്ന് തകർന്നു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ ചാനൽ എന്താ പറയുക റീസ്റ്റാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം. അപ്പം മച്ചാന്മാരെ, നമ്മൾ അന്ന് തുടങ്ങിയത് കൊമ്പനിൽ നിന്നായതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും കൊമ്പനിൽ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പം മച്ചാന്മാരെ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കൊമ്പനെ പറ്റിയിട്ടാണെങ്കിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പം കുറേ പേര് അടുത്ത് കുറച്ച് ന്യൂസ് കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്യുന്നുണ്ട്, ഫേക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പം മച്ചാന്മാരെ, ഇത് നമ്മുടെ സദാമിൻ്റെ ഷെയ്സ് പോയിട്ട് ഇപ്പം 3-4 മാസം മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വണ്ടി വരാത്തതുകൊണ്ട് കുറേ പേര് പറയുന്നു വണ്ടി സെയിലാക്കി. അത് ഹേറ്റേഴ്സ് പറഞ്ഞ് വരുന്ന വെറും വ്യാജ വാർത്തകൾ മാത്രമാണ്. അതാരും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം കൊമ്പൻ ചേസ് എടുത്ത് ഏതൊക്കെയാലും പോയിട്ടുണ്ടെങ്കിൽ അത് വിൽക്കാൻ വേണ്ടിയിട്ടാവില്ല. അതിൻ്റെ ആവശ്യം അവന്മാർക്ക് ഇല്ല നിലവിൽ. ദിവിച്ചേട്ടനൊക്കെ അത്രയും പ്ലാൻ ചെയ്താണ് ആ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതോർത്ത് ആരും ടെൻഷൻ അടിക്കണം. പിന്നെ കുറേ പേര് പറയുന്നു വണ്ടി സലാംസിൽ വർക്കിന് കയറ്റി, ബോഡി വർക്ക് കഴിഞ്ഞ് ഇറങ്ങി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെ കൊമ്പൻ ഇതുവരെ നിരാശപ്പെടുത്തിയിട്ടുള്ളത് 3 കാര്യത്തിൽ, 4 കാര്യങ്ങളിൽ. ഒന്ന് ഗദ്ദാഫി സെയിൽ ചെയ്ത്, കാളിയന്, യോദ്ധാവ്, ബോംബെ, ഈ 3 കാര്യങ്ങൾ സെയിൽ ചെയ്ത സമയത്ത് മാത്രമാണ് നമ്മളെ കൊമ്പൻ നിരാശപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ നമ്മളെ ഇതുവരെ ഒന്ന് എന്താ പറയുക വിഷമിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, നമ്മൾ കാത്തിരിക്കുമ്പോൾ മധുരം, അതിൻ്റെ ഫലം ഭയങ്കര മധുരിക്കുന്നതായിരിക്കും എന്ന് പറയുന്നത് പോലെ. കാരണം എന്തെങ്കിലും കാണാൻ ദിവിച്ചേട്ടെ അത്രയും വൈപ്പിക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാന്നുള്ളൂ. കാരണം നമ്മുടെ വണ്ടികൾ അപ്ഡേഷൻ കഴിഞ്ഞ് ഇറക്കിയതാണെങ്കിലും പ്രത്യേക ഒരു ടിസ്റ്റിലായിരുന്നു. അത് ബോംബെ വൈറ്റ് അടിച്ചു കാര്യങ്ങളൊക്കെ, അങ്ങനെ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ആരും വിശ്വസിച്ചില്ല, ബോംബെ സെയിലായെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ബോംബെ ന്യൂ ഗ്രാഫിൽ എന്താ പറയുക അപ്ഡേഷനൊക്കെ കഴിഞ്ഞ് കർണാടക രജിസ്ട്രേഷനൊക്കെ വണ്ടി ഇറക്കിയത്. അപ്പം തന്നെ ഇത് ആരും വിചാരിച്ചിട്ടുണ്ടാകുന്നൊരു കാര്യമല്ല. അതുപോലെ തന്നെയാണ് ദാവൂദ് ഇറക്കും എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തും പെട്ടെന്ന് അപ്ഡേഷൻ കഴിഞ്ഞ് അജോലോക ഇറങ്ങാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് പുറകെ ദാവൂദ് നെഡൂസിനത് ഇറക്കി. അങ്ങനെയാണ് മൊത്തത്തിൽ ട്വിസ്റ്റാണ് ദീപിച്ചേട്ടയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ ഒരിക്കലും എന്താ പറയുക നിരാശപ്പെടുത്തില്ല. ഉടനെ തന്നെ വണ്ടി ഇറങ്ങുന്നതായിരിക്കും. അപ്പം നമ്മൾ ഫേക്ക് ന്യൂസ് കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കേണ്ട. നമ്മൾ കൊമ്പനിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ബാക്കി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ലൈക്ക് അടിച്ച് കൂളായിട്ടിരിക്കുക. ഒരു ദിവസം നമ്മുടെ ദീപിച്ചേട്ടായി ആ പോസ്റ്റ് ഇട്ട് എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരിക്കും. അപ്പം മച്ചാന്മാരെ, ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത്. കാരണം ഒത്തിരി ഫേക്ക് ന്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ട്. കൊമ്പൻ്റെ വണ്ടികൾ സെയിലായിട്ടുണ്ട്, ദീപിച്ചേട്ട അത് വേറെ ഒക്കെ സെയിൽ ചെയ്തു, വണ്ടി സലാംസിലാണ്, അവിടെയാണ് ഇവിടെയാണ്, പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കണ്ട. ഹേറ്റേഴ്സ് ഒത്തിരി ഉണ്ട് നമുക്ക്. അപ്പോൾ അതനുസരിച്ച് അവന്മാർ നല്ല പണി തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്താ പറയുക ഒന്നും കണ്ടില്ല എന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ ദീപിച്ചേട്ടയുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടീം കൊമ്പൻ്റെ ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ മച്ചാന്മാരെ, എല്ലാവർക്കും എന്താ പറയുക ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ വീഡിയോക്ക് ഒന്ന് ലൈക്കൊക്കെ അടിക്കുക കേട്ടോ. എന്നിട്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും ചാനലൊന്ന് പഴയ പോലെ സെറ്റൊക്കെ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നടത്തുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ്.